ടീം യു ഡി എഫ് ഇത് വി ഡി സതീശൻ ഏത് പത്രസമ്മേളനത്തിലും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു സ്ഥലമാണ് കോതമംഗലം എന്ന് പറയുന്നത്. കാരണം അവിടെ ഷിബു തെക്കുംപുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനാണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ഒരു മുന്നണിക്കകത്ത് രണ്ടും മൂന്നും പക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണകരമല്ല പാർട്ടിക്ക്. അപ്പോൾ അതിനെതിരെ വി ഡി സതീശൻ്റെ നിലപാട് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യമുണ്ട്. നിലപാടുകളുടെ രാജകുമാരനാണ് വി ഡി സതീശൻ എന്നാണ് വി ഡി സതീശൻ്റെ ആരാധകർ പറയുന്നത്. പക്ഷെ നമുക്കതിനകത്ത് വിയോജിപ്പുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ ഇങ്ങനെ കുറെ ആളുകളെ പരിശീലിപ്പിച്ച് ചില ഇടങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഷാഫി പറമ്പിലിന്റെ ഒരു ആരാധകനാണ് ഇദ്ദേഹം എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമസ്കാരം. കോതമംഗലം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിലാണ്. എന്നാൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ടീം യു ഡി എഫ് ഇത് വി ഡി സതീശൻ ഏത് പത്രസമ്മേളനത്തിലും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മളാണ് ഇപ്പോൾ വി ഡി സതീശൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വിമർശകരും നമ്മളാണ്. ഇപ്പോൾ ഒരാളെ വിമർശിച്ചാൽ മാത്രമേ അയാൾ നേരെയാകൂ എന്നുള്ള ചില ആഗ്രഹം നമുക്കുണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു സ്ഥലമാണ് കോതമംഗലം എന്ന് പറയുന്നത്. കോതമംഗലം കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് LDFന്റെ ആന്റണി ജോൺ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനു മുമ്പ് VJ പൗലോസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവിടുന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് TU കുരുവിള അവിടുന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ള ചില രാഷ്ട്രീയ അരാജകത്വം എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അതല്ലെങ്കിൽ UDF പരാജയപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 2020 ഒരു സ്ഥാനാർത്ഥി വന്നതാണ്. അത് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫിന്റെ സംസ്ഥാന ചെയർമാനായിട്ടുള്ള PA ജോസഫ് സാറിന്റെ മകൻ തന്നെ അവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയത്. കേരള കോൺഗ്രസ് ജോസഫിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. കാരണം അവിടെ ഷിബു തെക്കുംപുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനാണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം ഷിബു തെക്കുംപുറം അവിടെ കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും ഉണ്ടാവും, UDFന്റെ എല്ലാ പരിപാടികളും ഉണ്ടാവും, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ എല്ലാ പരിപാടികളും ഉണ്ടാവും. വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്ത് പ്രശ്നം സംഭവിച്ചാലും അവിടെ എല്ലാം ഓടിയെത്തുന്ന ഒരാൾ തന്നെയാണ് ഷിബു തെക്കുംപുറം എന്ന കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. വളരെ സജീവമാണ്. കാരണം പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ആളുകളെ കാണുമ്പോൾ അധികം ചിരിക്കത്തില്ല. അത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. എന്താ ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ ചിരിക്കാതെ നടക്കുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഷിബു തെക്കുംപുറത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. എൻ്റെ നാട് എന്നുള്ള ഒരു ജനകീയ കൂട്ടായ്മ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ അദ്ദേഹം എത്രയോ ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കുന്ന ഒരു രീതിയുണ്ട്. പാലിയേറ്റീവ് കെയർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു സാമൂഹിക പ്രവർത്തകനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കൂടാതെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് വലിയൊരു വ്യവസായ ശൃംഖലയൊക്കെ ഉണ്ട്. ആ വ്യവസായ ശൃംഖല അദ്ദേഹം അത് കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെയുള്ള കൈക്കൂലി പണം കൊണ്ടോ അങ്ങനെ ഒന്നും സമ്പാദിച്ച് കൂട്ടിരിക്കുന്നില്ല. വളരെ നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന വളരെ വലിയൊരു കമ്പനിയുടെ ഉടമസ്ഥനും കൂടിയാണ് അദ്ദേഹം. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനാണ് ഷിബു തെക്കുംപുറം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. പിന്നെ എപ്പോഴും രാഷ്ട്രീയത്തിൽ 2 പക്ഷം ഉണ്ടാവും. ചിലപ്പോൾ 3 പക്ഷം ഉണ്ടായെന്നും വരാം, ചിലപ്പോൾ 4 പക്ഷം ഉണ്ടായെന്നും വരാം. പക്ഷേ ഒരു മുന്നണിക്കകത്ത് 2ഉം 3ഉം പക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണകരമല്ല പാർട്ടിക്ക്. വി ഡി സതീശൻ ടീം UDF എന്ന് പറയുകയും അത് പറയുന്നതോടൊപ്പം നമ്മൾ പത്രമാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയെയും ഏത് സമയത്ത് നമുക്ക് വിമർശിക്കാം. പക്ഷെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ആ മുന്നണിയിൽപ്പെട്ട ആളുകൾ തന്നെ തേജോവധം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള രീതിയല്ല. കാരണം ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ട ഒരു വാർത്തയാണ്. അതിനകത്ത് വാർത്തയല്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഷമീർ പനക്കൽ എന്ന് പറയുന്ന ആളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കോതമംഗലം നോ കോംപ്രമൈസ് എന്നിട്ടിട്ട് ഒരു ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ഇങ്ങനെ ഒരു ഇന്ത്യ ഇട്ടേക്കാണ്. ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിലേക്കൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എന്താ പറയുക, കോൺഗ്രസിൻ്റെ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻ്റാണ് എന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് തന്നെ അവിടെ UDFന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? കാരണം അത് മുന്നണി ബന്ധത്തെ ബാധിക്കും എന്ന് മാത്രമല്ല, അത് അവിടുത്തെ UDFന്റെ വിജയ സാധ്യതയെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതിനെതിരെ വി ഡി സതീശൻ്റെ നിലപാട് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യമുണ്ട്. നിലപാടുകളുടെ രാജകുമാരനാണ് വി ഡി സതീശൻ എന്നാണ് വി ഡി സതീശൻ്റെ ആരാധകർ പറയുന്നത്. പക്ഷെ നമുക്കതിനകത്ത് വിയോജിപ്പുകളൊക്കെ ഉണ്ട്. ആ വിയോജിപ്പുകളൊക്കെ അവിടെ നിന്നുകൊള്ളട്ടെ. പക്ഷെ അദ്ദേഹം നടത്തുന്ന കഷ്ടപ്പാടിനെയും പരിശ്രമത്തെ ഒന്നും നമ്മൾ ഇതാക്കി കാണാൻ പറ്റത്തില്ല. വി ഡി സതീശൻ എന്ന് പറയുന്നത് വളരെ കഠിനാധ്വാനിയായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കും, അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളെ കാണുമ്പോഴത്തേക്ക് നമ്മളത് വിമർശിക്കും. ആ വിമർശനത്തെ സഹിഷ്ണുതയോടുകൂടി തന്നെ ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്ന് നമുക്ക് തോന്നുന്നു.
അപ്പോൾ അതെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് തന്നെ ഇങ്ങനത്തെ ഒരു പോസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് പാർട്ടി നേതൃത്വം, അല്ലെങ്കിൽ UDF നേതൃത്വം അത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്ന ജോസഫ് ഗ്രൂപ്പിന് ലഭിക്കാവുന്ന ആദ്യത്തെ ചില സീറ്റുകളിൽ ഇപ്പോൾ തൊടുപുഴയും കടുത്തുരുത്തിയും കുട്ടനാടും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കിട്ടാവുന്ന ഏറ്റവും ഒരു സീറ്റ്, നല്ലൊരു സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കോതമംഗലം തന്നെയാണ്. അപ്പോൾ ആ കോതമംഗലം സീറ്റിൽ നോ കോംപ്രമൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും UDFന്റെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ല ഇനിയിപ്പം മറ്റെന്തെങ്കിലും വർഗീയ താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസ് പണ്ടത്തെ ആ മതേതര സ്വഭാവമൊക്കെ കൊണ്ട് മാറി. മതേതര സ്വഭാവമൊക്കെ മാറിയതിനു ശേഷം ചില മൈനോറിറ്റിയെ മാത്രം ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കക്ഷി പണിയെടുക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിലായിട്ട് ചില ഇടങ്ങളിലൊക്കെ ഇദ്ദേഹം പല ആളുകളെ സമീപിച്ച് ഇദ്ദേഹത്തിന് മാനഹാനി വരുത്തത്തക്ക, ഈ ഷിബു തെക്കുംപുറത്തെ ഒന്ന് തരം താഴ്ത്തി കെട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തികൾ പലയിടങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സുതാര്യമായ പ്രവർത്തനം, ഇപ്പോൾ ഒരാള് വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, അതിനിടയിൽ ആരെങ്കിലും വന്നിട്ട് അയാൾക്കെതിരെ എന്തെങ്കിലും അപവാദ പ്രചരണം നടത്തിക്കഴിഞ്ഞാൽ അതാരെങ്കിലും വിശ്വസിക്കുമോ? ഒരാളും വിശ്വസിക്കുന്നില്ല. പക്ഷെ മറിച്ച് ഇദ്ദേഹം എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ, വിമർശിച്ചോട്ടെ. പക്ഷെ ഒരു പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ഇരുന്നുകൊണ്ട് UDF സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് ആ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യം ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എഴുതിയിടുക, അതിന് താഴെ ഡിബേറ്റിന് അവസരം സൃഷ്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ അച്ചടക്ക ലംഘനമാണ്. അത് പരിശോധിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു പാർട്ടി ചെറുതോ വലുതോ എന്നുള്ളതൊന്നും അല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് UDF ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തകർക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം എന്ന് ഞാൻ പറഞ്ഞാൽ എന്തു തോന്നുന്നു? അല്ല, ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടല്ലോ, ചില ആളുകൾ ഇങ്ങനെ കുറെ ആളുകളെ പരിശീലിപ്പിച്ച് ചില ഇടങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഷാഫി പറമ്പിലിന്റെ ഒരു ആരാധകനാണ് ഇദ്ദേഹം എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഷാഫി പറമ്പിലിന്റെ ഇപ്പോൾ പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് VD സതീശനാണ്. അത് മറ്റൊരു വസ്തുതയാണ്. VD സതീശനാണ് ഷാഫി പറമ്പിലിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് VD സതീശൻ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ VD സതീശനെടുത്ത നിലപാടാണ്. ആ നിലപാട് കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ VD സതീശന്റെ ശത്രുവായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു ശിഷ്യനെങ്കിലും ഉപയോഗിച്ച് കോതമംഗലത്ത് UDFനകത്ത് ഇതുപോലെ ഒരു ട്രബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഡാമേജ് ആർക്കാണ് വരുന്നത്? VD സതീശനാണല്ലോ അതിന് ഡാമേജ് വരുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ പല രീതിയിൽ പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടെന്നേ. ഒരു പ്രശ്നവും ഇല്ലാതെ ഇത്രയും ത്രിതല പഞ്ചായത്തിലൊക്കെ ഇത്രയും നല്ലൊരു മേൽക്കൈ എറണാകുളം ജില്ലയിൽ നേടാനായിട്ട് പാർട്ടിക്ക് സാധിച്ചു. അങ്ങനെ സാധിച്ച ഒരു അവസരത്തിൽ UDFന്റെ ജില്ലാ കൺവീനർ കൂടിയായിട്ടുള്ള ഷിബു തെക്കുംപുറം മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കൈവശമിരിക്കുന്ന ഒരു സീറ്റ് അവിടെ നോ കോംപ്രമൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്റ്റിക്കർ ഇടേണ്ട വല്ല കാര്യമുണ്ടോ? അത് പാർട്ടി വേദിയിലല്ലേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയേണ്ടത്. നിയമസഭാ സീറ്റുകളെ സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാക്കുന്നത് സംസ്ഥാന UDFലല്ലേ. നിയോജക മണ്ഡലം UDFന്റെ അഭിപ്രായം അറിയിക്കേണ്ടത് സംസ്ഥാന UDFന്റെ ചെയർമാനെയോ കൺവീനറെയോ ഒക്കെ അല്ലേ. മറിച്ച് ഫേസ്ബുക്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ? നമുക്കറിയേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാണിച്ച ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ അയാൾ ആരുമായിക്കൊള്ളട്ടെ, അയാൾ ആരുടെ ശിഷ്യനുമായിക്കൊള്ളട്ടെ, ഞാൻ പറഞ്ഞ ഷാഫി പറമ്പിലിന്റെ ശിഷ്യനായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇത്ര ധൈര്യം വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും ചെയ്യത്തില്ല. കാരണം ഒരു ഘടകകക്ഷിയെ, അതും UDFലെ മൂന്നാമത്തെ ഘടകകക്ഷിയാണ് എന്നൊക്കെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അവകാശവാദം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവകാശവാദവുമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിക്കെതിരെ നേരെ ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രസ്താവനയുമായിട്ട് വന്നതിൽ എന്താണ് KPCC പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ ജില്ലാ DCCയുടെ അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും ഒക്കെ പറയാനുള്ളത് എന്നറിയാനായിട്ട് താല്പര്യമുണ്ട്. ഷിബു തെക്കുംപുറം എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിട്ട് അവിടെ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉള്ള ആളാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ തലമുതിർന്ന നേതാവായിട്ട് TU കുരുവിളയൊക്കെ അധിവസിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് കോതമംഗലം എന്ന് പറയുന്നത്. അവിടെ നിന്ന് MLA ആയിട്ടുള്ള ആളാണ് TU കുരുവിള എന്ന് പറയുന്നത്. പിന്നീട് അഴിമതി ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള അവിടെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെക്കെതിരെ എന്തിനാണ് ഇപ്പോൾ ഈ അസമയത്ത് ഇങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഈ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് മറുപടി പറയേണ്ടതില്ലേ? മറുപടി പറയാൻ ബാധ്യസ്ഥനാണല്ലോ അദ്ദേഹം. അതുകൂടാതെ തന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഷിബു തെക്കുംപുറം അത്യാവശ്യം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ധനികനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചില്ലറ തടയും എന്നൊക്കെയുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
എനിക്ക് തോന്നുന്നില്ല അതിനുള്ള സാധ്യതയുണ്ടെന്ന്. കാരണം അദ്ദേഹം അത് നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് കണക്കും കയ്യുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങൾക്കൊക്കെ അദ്ദേഹം നിന്നു കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി കോൺഗ്രസിന്റെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ, ഞാൻ പറഞ്ഞല്ലോ ഷാഫി പറമ്പലിന്റെ ശിഷ്യനാണ് ഈ പറഞ്ഞ കക്ഷി. കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചതാണ്, മറ്റാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ വി ഡി സതീശൻ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണിത്. കാരണം കോതമംഗലം എന്ന് പറയുന്നത് UDF-ന് ഉറപ്പിക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. ആ ഉറപ്പിക്കാൻ പറ്റുന്ന സീറ്റിൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ വി ഡി സതീശൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനൊരു ഇടപെടൽ ഉണ്ടാവാത്ത പക്ഷം കേരളത്തിലെ ആളുകൾ പറയും, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മാത്രമേ നിലപാടുള്ളൂ, ചില കാര്യങ്ങളിൽ നിലപാട് ഇല്ല എന്ന ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ട് കാരണമാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.